ഒരു Q&A സെഷൻ തരുന്നതായിരിക്കും. ഈസ്നോഫിൽസ് പറഞ്ഞാൽ ബൈലോബ്ഡ് ആണല്ലേ, ന്യൂട്രോഫിൽസ് മോണോസൈറ്റ്. പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ്, നെവർ ലെറ്റ് monkeys eat banana. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂസ് അക്കാഡമി. സോ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ ഒരു Q&A സെഷൻ തരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ പേജസിൽ കയറിയാൽ നിങ്ങൾക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, എജൂസ് അക്കാഡമീനെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക്. സോ ഈ ഒരു JLE എന്ന് പറയുന്ന ഒരു ഒരു സുവർണ അവസരമാണല്ലേ നമ്മുടെ PSC എന്ന് പറയുന്നത് നമ്മളൊരു സ്വപ്നമാണ്, എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. സോ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം. ഓക്കെ, സോ അത്രയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു വലിയൊരു തലവേദനയല്ല മാത്സും ജനറൽ നോളജും ഒന്നും ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും പഠിക്കുന്ന സബ്ജക്റ്റ് മാത്രമാണ് ഈ എക്സാമിന് ചോദിക്കുന്നത് അല്ലെ. ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ബയോളജിയിൽ തന്നെ ബോട്ടണി, സുവോളജി, പിന്നെ നമ്മുടെ MLT. ഓക്കെ, സോ ഇതാണ് നമ്മുടെ JLAയുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള അറിയേണ്ട കാര്യം. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും നന്നായി ട്രൈ ചെയ്ത എല്ലാവർക്കും കിട്ടുന്ന ഒരു എക്സാം ആണ് JLA. ഓക്കെ, സോ ഈ വന്നൊരു അവസരം നിങ്ങൾ എന്തായാലും പാഴാക്കി കളയാൻ പാടില്ല. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്കൊരു Q&A സെഷൻ നോക്കിയാലോ. ഓക്കെ, Q&A സെഷൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബ്ലഡ് സെൽ ടൈപ്പ് ഹാസ് എ multi-lobed nucleus and is the most abundant WBC in circulation? ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് multi-lobed nucleus and most abundant WBC in circulation ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, multi-lobed ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, multi-lobed ന്യൂക്ലിയസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അബണ്ടന്റ് WBC ഇൻ സർക്കുലേഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ സ്ട്രെസ് ചെയ്ത് നമ്മൾ ഒന്ന് വായിക്കുമ്പോൾ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എവിടെയാ സ്ട്രെസ് ചെയ്യേണ്ടതെന്ന് നോക്കുക, എവിടെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുക. ഓക്കെ, ഓപ്ഷൻസ് വരുന്നത് A മോണോസൈറ്റ്സ്, B ലിംഫോസൈറ്റ്സ്, C ന്യൂട്രോഫിൽസ് ആൻഡ് D ഈസ്നോഫിൽസ്. സോ multi-lobed ന്യൂക്ലിയസ്. ഓക്കെ, സോ multi-lobed ആയിട്ടുള്ള ന്യൂക്ലിയസ്. സോ പെട്ടെന്ന് തന്നെ ഈ മോണോസൈറ്റ്സിന്റെ, ലിംഫോസൈറ്റ്സിന്റെ, ന്യൂട്രോഫിൽസിന്റെ, ഈസ്നോഫിൽസിന്റെ ഒക്കെ പിക്ചർ ഒന്ന് മൈൻഡിലേക്ക് വരണം. ഈസ്നോഫിൽസ് പറഞ്ഞാൽ ബൈലോബ്ഡ് ആണല്ലേ, ന്യൂട്രോഫിൽസ് മോണോസൈറ്റ്സ് അല്ലോ, ഒരു ലോബ് മാത്രമേ ഉള്ളൂ. ദെൻ ന്യൂട്രോഫിൽസിലായിരുന്നു നമ്മൾ പഠിച്ചതല്ലേ ബൈലോബ്ഡ് അല്ലെങ്കിൽ multi-lobed ആണല്ലേ, 3 to 5 ലോബ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നുണ്ട്, ന്യൂട്രോഫിൽസിന് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണ്ടേ, അബണ്ടന്റ് WBC എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അബണ്ടന്റ് WBC ഇൻ സർക്കുലേഷൻ ചോദിച്ചാല് ഇതിൽ ഏതാ കോമൺ ആയിട്ട് വരുന്നത്? സോ ഏതായിരിക്കും ആൻസർ വരുക? ന്യൂട്രോഫിൽസ് ആണല്ലേ. യെസ്, അപ്പോ നമ്മുടെ ആൻസർ C ആണ് വരുക. ഓക്കെ, സോ ആൻസർ വരുന്നത് ന്യൂട്രോഫിൽസ് അല്ലെ, C ആണ് ആൻസർ വരുന്നത്. ഒരു 50 to 70% നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം നോക്കിയാല് ഈ ന്യൂട്രോഫിൽസ് ആയുള്ളത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇവർക്ക് ഒരു നിക് നെയിം ഉണ്ട്. ഓക്കെ, എന്താ നിക് നെയിം? പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ്, PMNS എന്നാ പറയാ, പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അവരുടെ ലോബ് അല്ലെ, മൂന്നിൽ കൂടുതൽ ലോബ്സ് ഉണ്ട്. ഓക്കെ, 3 to 5 ലോബ്സ് ഒക്കെയാണ് അവർക്ക് ഉണ്ടാവുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഓടിച്ചാടി എത്തുന്ന ആൾക്കാർ ആരാന്ന് ചോദിച്ചാല് ന്യൂട്രോഫിൽസ്. സോ ഈ രണ്ട് കാര്യങ്ങളും ഈ ന്യൂട്രോഫിൽസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം 3 ലോബ്സ് കാണാം അല്ലെ, ന്യൂട്രോഫിൽസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ന്യൂട്രോഫിൽ. ഓക്കെ, സോ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെൽസിന്റെ ബ്ലഡ് സെൽസിന്റെ ഏതൊക്കെയാണ്, എത്ര ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ അവരുടെ ഗ്രാന്യൂൾ ടൈപ്പ് എത്ര പെർസെന്റേജ്. സോ ഇവിടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതാണ് എപ്പോഴും ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസും ബേസോഫിൽസും. സോ എല്ലാവരും ഈ ഒരു ടാബുലർ കോളം നന്നായി പഠിച്ചു വെക്കണം. ന്യൂട്രോഫിൽസ് പറയുമ്പോൾ multi-lobed ആണ്, ദാറ്റ് ഇസ് 3 to 5 ലോബ്സ്. ആൻഡ് ഈസ്നോഫിൽസ് എന്ന് പറഞ്ഞാൽ ബൈലോബ്ഡ്. ഓക്കെ, ഇയർ എന്ന് ആലോചിക്കുക. ഓക്കെ, ഈസ്നോഫിൽ ബൈലോബ്ഡ് ആണ്. ദെൻ ബേസോഫിൽസ് എന്ന് പറഞ്ഞാൽ S ഷേപ്ഡ് ആണ്. ഓക്കെ, സോ ന്യൂക്ലിയസ് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഗ്രാന്യൂൾ ടൈപ്പ്, എന്താണ് ഗ്രാന്യൂൾസ്? ഓക്കെ, അവരിൽ എന്ത് ഗ്രാന്യൂൾസ് ആയില്ല. സോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ ഗ്രാന്യൂൾസിന്റെ ബേസിസിലാണല്ലേ.
ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്, എഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്. ഇനി ഗ്രാനുലോസൈറ്റ്സ് പറയുമ്പോൾ ബെന്ന് എന്ന് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, ബേസോഫിൽസ്, ഈസ്നോഫിൽസ് ആൻഡ് ന്യൂട്രോഫിൽസ്. സോ ഇവർക്കൊക്കെ ഗ്രാന്യൂൾസ് ഉണ്ട്. എങ്ങനത്തെ ഗ്രാന്യൂൾസ് ആയില്ലേ? ന്യൂട്രോഫിൽസിന് ന്യൂട്രൽ ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ഉണ്ട്. അതുപോലെ ഈസ്നോഫിൽസിന് അസിഡോഫിലിക് അല്ലെങ്കിൽ ഒരു റെഡ് ഓറഞ്ച് ഗ്രാന്യൂൾസ് ആണ് ഇവർക്ക് ഉള്ളത്. പിന്നെ ബേസോഫിൽസിന് ബേസോഫിലിക്, ദാറ്റ് ഈസ് അവർ സ്റ്റെയിൻ ചെയ്യുമ്പോൾ ബ്ലൂ പർപ്പിൾ കളർ ആയിട്ടുള്ള ഗ്രാന്യൂൾസ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ പെർസെന്റേജ് ഇൻ ബ്ലഡ്, എത്ര ശതമാനം. സോ ഈ പെർസെന്റേജ് ഇൻ ബ്ലഡും ആലോചിക്കാൻ വേണ്ടിട്ട് ഒരു നിമോണിക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോന്ന്? ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ എന്തായിരുന്നു നിമോണിക്? എന്തായിരുന്നു? നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാന. ഓക്കെ, ഇതിന്റെ ഓർഡർ നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാനാസ്. നെവർ ലെറ്റ് മങ്കി ഈറ്റ് ബനാന. സോ ഇതിലെ ഫസ്റ്റത്തെ ലെറ്റേഴ്സ് ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റത്തെ ലെറ്റേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കുക. സോ ഏറ്റവും കൂടുതൽ കാണുന്നത് ന്യൂട്രോഫിൽസിലാണ്. ഓക്കെ, ന്യൂട്രോഫിൽസ് ദാറ്റ് ഇസ് 50 to 70% കാണാം ബ്ലഡില്. ദെൻ ഈസ്നോഫിൽസ് എന്ന് പറയുന്നത് ബൈലോബ്ഡ. സോ ഈസ്നോഫിൽസ് എവിടെയാ വരുന്നത്? ഈറ്റിന്റെ അടുത്തല്ലേ ഈസ്നോഫിൽസ്. സോ അതൊരു 2 to 4%. ഓക്കെ, ദെൻ വരുന്നത് ബേസോഫിൽസ്. ബേസോഫിൽസ് എന്ന് പറയുന്നത് എസ് ഷേപ്ഡ് ആണ്. ബേസോഫിലിക് ഗ്രാന്യൂൾസ് ആ പ്രസന്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഇസ് ലെസ് ദാൻ 1% മാത്രമേ നമ്മളെ ബ്ലഡിൽ കാണില്ലൂ. ഓക്കെ, സോ ഈ ഒരു നിമോണിക്കും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ആ ഒരു ബ്ലഡ് സെൽസിന്റെ ഷേപ്സും കാര്യങ്ങളും ഓർത്ത് വെക്കുക. ദെൻ എന്താണ് ന്യൂട്രോഫിൽസിന്റെ ലോബ്സ്, എത്ര ലോബ്സ് ആയില്ലത്, അതിന്റെ ഷേപ്സ്. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രോഫിൽസ് അല്ലെ, പോളിമോർഫോ ന്യൂക്ലിയർ അല്ലെ, അങ്ങനെ പറയുന്നത്. സോ ദർ ഇസ് മോർ ന്യൂക്ലിയസ് അല്ലെ, 3 to 5 ലോബ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ PMNS കാണിക്കുന്നതാണ് വേറെ സെൽസ് ആണ്, ബ്ലഡ് സെൽസ് ആണ്. ഏതൊക്കെ? ഈസ്നോഫിൽസും ബേസോഫിൽസും. സോ അതും ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ നിമോണിക്സ് അല്ലെ, എത്ര പെർസെന്റേജ് ആണ് ബ്ലഡിൽ ഉള്ളതെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.